ഹായ്, എല്ലാവർക്കും നമസ്കാരം. പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ വന്നതാണ് കേട്ടോ. കുറേ ദിവസങ്ങളായി ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും കമൻസ് ഞാൻ കാണാറുണ്ട്, പക്ഷെ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല. എറർ എന്നാണ് കാണിക്കുന്നത്. അതെന്താ റീസൺ എനിക്കറിയില്ല. ആരെങ്കിലും അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരണേ എന്ത് ചെയ്യണമെന്ന്. ഞാൻ കുറേ നാളായിട്ട് നോക്കുന്നുണ്ട്. കമൻസിന് റിപ്ലൈ തരുമ്പോൾ എറർ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് കാണിക്കണം. അതാണ് ഒരു കാര്യം. പിന്നെ എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. മൈക്കിള് കഴിഞ്ഞ ആഴ്ച എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അവൻ നമുക്കറിയാമല്ലോ, വീടിൽ നിന്ന് പുറത്ത് പോകാറില്ലായിരുന്നു. നമ്മുടെ പഴയ വീടില്ലേ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? പഴയ വീട്ടിൽ വെച്ചിട്ട് അവന് പുറത്തു പോകാനൊന്നും വലിയ സൗകര്യമില്ലായിരുന്നു. പക്ഷെ നമ്മൾ പുതിയ വീട്ടിലോട്ട് വന്നെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. കുറേ നാളായി ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. മടിയാണ് ഒരു പ്രധാന കാരണം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മൈക്കിള് പുറത്തേക്ക് എവിടെയായിട്ട് വേണമെങ്കിലും പോകാം, അങ്ങനെ ഒരു ഓപ്ഷനായി. നമ്മുടെ അശ്രദ്ധ കാരണം അവൻ പുറത്തു പോയാൽ എനിക്ക് പേടിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു അശ്രദ്ധ കാരണം ഞാൻ കതക് തുറന്നിട്ട് പുറത്തോട്ട് പോയി. അവൻ മുറിയിലിരിക്കുമായിരുന്നു. അവനങ്ങ് ഇറങ്ങിപ്പോയി. കുറേ നേരം ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അവിടുത്തെ മുറിയിൽ തന്നെ കാണുമെന്ന് ഓർത്തു. അവൻ ഒറ്റ പോക്ക് പോയി. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. എനിക്കുണ്ടായ പ്രയാസം പറഞ്ഞറിയാൻ പറ്റാത്തതാണ്. എങ്കിലും അതിനൊക്കെ ഓവർകം ചെയ്തു എന്ന് പറയാം. ഞാൻ ഓർത്തു തിരിച്ചു വരില്ലായിരിക്കും, കാരണം ആദ്യമായിട്ടാണ് പുറത്തു പോകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടുമല്ലോ. ഫുഡ് കഴിക്കുന്നുണ്ടോ, എവിടെയായിരിക്കും, അവനെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ, അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വരുമല്ലോ. ഞാൻ ഓർത്തു എന്ത് പറ്റി. പിന്നെ ഓർത്തു വെയിറ്റ് ചെയ്യാം, തിരിച്ചു വന്നാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ രാവിലെ കതക് തുറന്ന് നോക്കിയപ്പോൾ ഒരാൾ എന്നെ നോക്കി നിൽക്കുന്നു. എനിക്ക് മറക്കാൻ പറ്റാത്ത, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ആണത്. ഞാൻ ഒരു സ്വപ്നം കാണുവാണോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അവൻ അവിടെ വന്ന് നിൽക്കുന്നു. അവനെ ആരോ ആക്രമിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ബൈറ്റ് കണ്ടു. ഓൾറെഡി മൈക്കിള് വാക്സിനേറ്റഡ് ആയിരുന്നു. പിന്നെ ആശുപത്രിയിലൊക്കെ പോയി പിന്നെയും വാക്സിൻ ചെയ്തു, പിന്നെ ഇഞ്ചക്ഷൻ എടുത്തു കേട്ടോ. അങ്ങനെ ഒരു സംഭവം നടന്നു. ഇപ്പോൾ ഓക്കെയാണ്. സാധാരണ ഒറ്റയ്ക്കൊക്കെ വളരുന്നത് സർവൈവ് ചെയ്യുമോന്നൊന്നും അറിയില്ലല്ലോ നമുക്ക്. ഇപ്പം എന്തായാലും തിരിച്ചു വന്നു. ഇനിയും പുറത്തു പോയാലും പ്രശ്നമാണ്. ചിലരൊക്കെ പറയുന്നുണ്ട് അവർക്ക് ഇഷ്ടം അനുസരിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ കുഞ്ഞിലെ തൊട്ട് എൻ്റെ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ അവൻ പുറത്തു വിട്ടാൽ ബാക്കിയുള്ളവരെ അവനെ അറ്റാക്ക് ചെയ്യും, പലവിധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഓക്കെയാണ്, മൈക്കിൾ ഓക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും നിങ്ങളോട് പറയണം തോന്നി. താങ്ക് യു ഫോർ ദി സപ്പോർട്ട്. ഞാൻ ഈ കമൻസിന് റിപ്ലൈ തരാത്തത് അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് പറ്റണില്ല റിപ്ലൈ തരാൻ. അപ്പോൾ ഇനിയും വീഡിയോസായിട്ടൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഈ ഇപ്പം ഇട്ട ഒരു വീഡിയോയുടെ അടിയിലൊരു കമൻറ്റ് വന്നു കേട്ടോ. പേര് ഞാൻ പറയണില്ല. വീഡിയോസൊക്കെ കുറവാണ് എനിക്കറിയാം. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരാം, കാണാം. നിങ്ങളോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കമൻ്റായിട്ടാണെങ്കിലും എനിക്കതൊക്കെ ഭയങ്കര ഒരു റിലീഫായിരുന്നു. എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഒരു കുഞ്ഞൊരു ഫാമിലിയാണിത്. 271 പേരെ ഉണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഇവിടെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അത് കൂടാതെ മൈക്കിള്
മൈക്കിളിൻ്റെ ചാനലാണിത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു. കമൻസിൻ്റെ കാര്യം, റിപ്ലൈയുടെ കാര്യം ആർക്കെങ്കിലും അറിയെങ്കിൽ വന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.